അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 9 തിങ്കളാഴ്ച. രാജ്യത്ത് ഒരാളിൽ എംപോക്സ് സംശയിക്കുന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. വിദേശത്തു നിന്നെത്തിയ യുവാവിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടത്. ഇയാളെ ആശുപത്രി നിരീക്ഷണത്തിലേക്ക് മാറ്റിയെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ നിലവിലില്ലെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രാജ്യത്തെ തുറമുഖങ്ങളിലും വിമാനത്താവളങ്ങളിലും പ്രധാന അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും ആരോഗ്യ മന്ത്രാലയം നിരീക്ഷണം ശക്തമാക്കി. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നടത്തിവരുന്ന ഇടപെടലുകൾക്ക് കേന്ദ്ര അംഗീകാരം ലഭിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ ഓൺലൈൻ കുറ്റകൃത്യങ്ങളിൽ സജീവമായ ഇടപെടൽ എന്ന വിഭാഗത്തിലാണ് കേരളത്തെ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. സൌജന്യ ഓണക്കിറ്റ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന്. ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ 6 ലക്ഷത്തോളം വരുന്ന AAY കാർഡുടമകൾക്കും വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാരായ NPI കാർഡുടമകൾക്കും വയനാട് ദുരന്തബാധിത മേഖലയിലെ എല്ലാ റേഷൻ കാർഡുടമകൾക്കുമുള്ള സൌജന്യ ഓണക്കിറ്റ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ നിർവഹിക്കും. ADGP MR അജിത് കുമാർ അവധി നേരത്തെയാക്കാൻ സാധ്യത. ഈ മാസം 14 മുതൽ 4 ദിവസത്തേക്കാണ് നിലവിൽ അവധി അനുവദിച്ചിരുന്നതെങ്കിലും ആരോപണങ്ങളും നിലവിലെ വിവാദങ്ങളും തുടരുന്ന പശ്ചാത്തലത്തിലും അന്വേഷണം നടക്കുന്നതിനാലും നേരത്തെ തന്നെ അവധി ആവശ്യപ്പെട്ടേക്കുമെന്നാണ് വിവരം. ADGP MR അജിത് കുമാർ നൊട്ടോറിയസ് ക്രിമിനലാണെന്നും അവധിയിൽ പോകുന്നത് തെളിവുകൾ അട്ടിമറിക്കാനാണെന്നും PV അൻവർ MLA ആരോപിച്ചു. മാമി തിരോധാനത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും അജിത് കുമാർ ഇടപെട്ടിട്ടുണ്ട്. ഇന്ന് ഇതിന് തെളിവുകളുമുണ്ട്. ഈ തെളിവുകൾ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നും അൻവർ പറഞ്ഞു. ഇപ്പോൾ രൂപീകരിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വിശ്വാസമുണ്ട്. CBI വരണമെന്ന ആവശ്യത്തിൽ നിന്നും തൽക്കാലം പിന്മാറാൻ കുടുംബത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും PV അൻവർ പറഞ്ഞു. അതേസമയം ADGPയെ മാറ്റുമോ എന്ന ചോദ്യത്തിന് നല്ലതിനായി പ്രാർത്ഥിക്കാമെന്നായിരുന്നു അൻവറിന്റെ മറുപടി. ADGP അജിത് കുമാറിന് ക്വാറികളിൽ നിന്നും മാസപ്പടി കിട്ടുന്നുണ്ടെന്നും കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ കോമ്പൌണ്ടിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെ പേരിൽ വലിയ സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നും PV അൻവർ MLA. ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്താൽ പോരെന്നും പിരിച്ചുവിടുകയാണ് ചെയ്യേണ്ടതെന്നും സർക്കാർ അത്തരമൊരു തീരുമാനം എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അൻവർ പറഞ്ഞു. ADGP MR അജിത് കുമാർ ആരെ കാണാൻ പോകുന്നതും തങ്ങളുടെ പ്രശ്നമല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CPMുമായി അതിനെ കൂട്ടിക്കെട്ടേണ്ട കാര്യമില്ലെന്നും ADGPയും RSS നേതാവുമായുള്ള കൂടിക്കാഴ്ച വിവാദമാക്കിയത് മാധ്യമങ്ങളാണെന്നും അത്തരത്തിലുള്ള ഒരു വിവാദത്തിനും CPM ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ADGPയുടെ RSS കൂടിക്കാഴ്ച ആകാംക്ഷയും ഉത്കണ്ഠയും ഉണ്ടാക്കുന്നുവെന്നും അതിന്റെ വിവരം വിശദീകരിക്കണമെന്നുമുള്ള ദുർബലമായ പ്രതികരണമാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയതെന്നും UDF കൺവീനർ MM ഹസൻ കുറ്റപ്പെടുത്തി. CPIയെ തകർക്കുന്നതിൽ ഗൂഢാലോചന നടത്തിയ ADGPയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് പൂരം കലക്കിയതിൽ ഉൾപ്പെടെ ഉയർന്ന ആരോപണങ്ങളിൽ അന്വേഷണം നടത്തണമെന്ന് പറയാനുള്ള മിനിമം ധൈര്യം CPI കാണിക്കണമെന്ന് MM ഹസൻ വ്യക്തമാക്കി. കോഴിക്കോട് റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരൻ മാമി തിരോധാന കേസിൽ പോലീസിനുണ്ടായ വീഴ്ചകളും സംശയങ്ങളും കേസ് പുതുതായി ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിൽ പരാതിയുമായി നൽകുമെന്ന് കുടുംബം. പുതിയ അന്വേഷണ സംഘത്തിൽ വിശ്വാസമുണ്ടെന്നും CBI വരണമെന്ന ആവശ്യത്തിൽ ഇനി എന്ത് നിലപാടെടുക്കണമെന്നത് നിയമവിദഗ്ധരുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും പറഞ്ഞു. മാഫിയ സംരക്ഷകനായി മുഖ്യമന്ത്രി രാജിവെക്കുക, രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടികൾ സ്വീകരിക്കുക, ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക, വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ അടിയന്തരമായി പൊതുവിപണിയിൽ ഇടപെടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നാളെ വൈകിട്ട് 6 മണിക്ക് പ്രതിഷേധ തീപ്പന്തം നടത്തുമെന്ന് KPCC സംഘടനാ ജനറൽ സെക്രട്ടറി M ലിജു. ജില്ലാ ആസ്ഥാനങ്ങളിൽ പ്രതിഷേധ തീപ്പന്തത്തിന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വം നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ ഓണം 100ാം ഓണം, സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. ലീഡർ കെ കരുണാകരന്റെ മകൻ കെ മുരളീധരനെ തൃശൂരിൽ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് BD സതീശനും സംഘവും ബലിയാടാക്കുകയായിരുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ.
അവിടെ വിജയസാധ്യത VS സുനിൽകുമാറിനായിരുന്നു എന്നാണ് VD സതീശൻ ഇപ്പോൾ പറയുന്നതെന്നും അതുകൊണ്ട് ഞങ്ങളുടെ വോട്ട് LDFിലേക്കാണ് പോയതെന്നും പറയുന്നു. അപ്പോൾ പിന്നെ വിജയസാധ്യതയില്ലാത്തിടത്ത് എന്തിനാണ് K മുരളീധരനെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചതെന്നും K സുരേന്ദ്രൻ ചോദിച്ചു. ഗോവയിൽ മുസ്ലിം ജനസംഖ്യ കൂടുന്നുവെന്നും ക്രിസ്ത്യാനികൾ കുറയുന്നുവെന്നുമുള്ള ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ളയുടെ പരാമർശം വിവാദത്തിൽ. എറണാകുളം കരുമാലൂർ സെന്റ് മേരീസ് പള്ളിയിലെ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കവേ ശ്രീധരൻ പിള്ള നടത്തിയ പരാമർശമാണ് വിവാദത്തിലായത്. സംസ്ഥാനത്ത് അവയവം മാറ്റിവെക്കൽ പ്രക്രിയ കൂടുതൽ ഫലപ്രദമായി നടപ്പിലാക്കാൻ സർക്കാർ ഉപദേശക സമിതി രൂപീകരിച്ച് വിജ്ഞാപനമിറക്കിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. 1994 ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് പ്രകാരമായിരിക്കും ഈ സമിതി പ്രവർത്തിക്കുക. അപ്രോപ്രിയേറ്റ് അതോറിറ്റിയെ സഹായിക്കുകയും മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുക എന്നതാണ് ഉപദേശക സമിതിയുടെ ചുമതലകൾ. നടിക്ക് കാശ് വാഗ്ദാനം ചെയ്ത് വഴങ്ങാൻ ആവശ്യപ്പെട്ടതിനെ താൻ ചോദ്യം ചെയ്തതിന് തന്നെ സിനിമയിൽ നിന്നും വിലക്കിയെന്ന ആരോപണവുമായി സംവിധായിക സൗമ്യ സദാനന്ദൻ. പുതിയ പ്രോജക്ടുകളുമായി വനിതാ നിർമ്മാതാക്കളെ വരെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ലെന്നും ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ ഇതെല്ലാം വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നും സൗമ്യ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ മേൽപ്പാലത്തിൽ നവജാത ശിശുവിന്റെ മൃതദേഹം ബാഗിനുള്ളിൽ കണ്ടെത്തിയ സംഭവത്തിൽ കുഞ്ഞിനെ പുതപ്പിച്ച തുണി ജില്ലാ ആശുപത്രിയിലെ തുണിയെന്നാണ് ഡോക്ടർമാരുടെ നിഗമനം. കുട്ടിയെ പ്രസവിച്ചത് ആശുപത്രിയിലാണെങ്കിൽ ആശുപത്രിയിൽ രേഖകളുണ്ടാകും. മൃതദേഹം ഉപേക്ഷിച്ചവരിലേക്ക് വേഗത്തിൽ എത്താനാകും. കുട്ടിയെ മാസം തികയാതെ പ്രസവിച്ചതാണെന്നാണ് സംശയിക്കുന്നത്. തലസ്ഥാന നഗരിയിലെ ജനങ്ങളുടെ കുടിവെള്ളം 4 ദിവസം മുട്ടിച്ച പൈപ്പ് മാറ്റിയിടൽ പൂർത്തിയായി. പൈപ്പ് ലൈനിന്റെ പണികൾ പൂർത്തിയായതോടെ ഇന്നലെ രാത്രി 10ഓടെ നഗരത്തിൽ പമ്പിംഗ് ആരംഭിച്ചു. കഴിഞ്ഞ 4 ദിവസമായി മുടങ്ങിയ വെള്ളം പല ഭാഗങ്ങളിലും എത്തിത്തുടങ്ങി. പമ്പിംഗ് തുടങ്ങിയപ്പോൾ ചോർച്ചയില്ലെന്നാണ് പ്രാഥമിക നിഗമനം. രാവിലെയോടെ തന്നെ പൂർണ്ണതോതിൽ എല്ലായിടത്തും വെള്ളം എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. തിരുവനന്തപുരം കന്യാകുമാരി റെയിൽവേ ലൈൻ ഇരട്ടിപ്പിക്കലിന് മുന്നോടിയായി പ്രധാന പൈപ്പ് ലൈൻ മാറ്റിയിടുന്നതിന് വാട്ടർ അതോറിറ്റി തുടങ്ങിവച്ച പണിയാണ് നഗരവാസികളുടെ 4 ദിവസത്തെ കുടിവെള്ളം മുട്ടിച്ചത്. 48 മണിക്കൂർ പറഞ്ഞ പണി 4 ദിവസമായിട്ടും തീർന്നില്ല. തിരുവനന്തപുരം നഗരസഭയിലെ 44 വാർഡുകളിൽ ഇത്രയും ദിവസമായി തുള്ളിവെള്ളം എത്തിയിരുന്നില്ല. തലസ്ഥാന നഗരത്തിൽ 4 ദിവസമായുണ്ടായ ജലവിതരണ മുടക്കത്തിൽ ജല അതോറിറ്റിയെ വിമർശിച്ച് CPM MLAയും കോർപ്പറേഷൻ മുൻ മേയറുമായ VK പ്രശാന്ത്. ജല അതോറിറ്റിക്ക് വീഴ്ചയുണ്ടായെന്ന് കഴക്കൂട്ടം MLA കുറ്റപ്പെടുത്തി. മുൻ ധാരണയില്ലാതെയാണ് അതോറിറ്റി കാര്യങ്ങൾ കൈകാര്യം ചെയ്തതെന്നും പ്രശാന്ത് ആരോപിച്ചു. ഒരു സ്ഥലത്ത് പണി നടക്കുന്നത് കാരണം മുഴുവൻ ജലവിതരണവും മുടങ്ങുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ച MLA കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടു. തലസ്ഥാനത്ത് 4 ദിവസമായി കുടിവെള്ളം മുടങ്ങിയ സാഹചര്യത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ സ്കൂളുകൾക്ക് ഇന്ന് അവധി. അതേസമയം മുടങ്ങിക്കിടന്ന പമ്പിംഗ് പുനരാരംഭിച്ചതുമൂലം കഴിഞ്ഞ 4 ദിവസമായി മുടങ്ങിയ വെള്ളം പല ഭാഗങ്ങളിലും എത്തിത്തുടങ്ങി. ശമ്പള വർധനയും ബോണസ് വർധനയും അംഗീകരിച്ചതോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എയർപോർട്ട് ഗ്രൌണ്ട് ഹാൻഡ്ലിംഗ് കരാർ ജീവനക്കാരുടെ സമരം അവസാനിപ്പിച്ചു. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിവന്ന സമരമാണ് ഒത്തുതീർത്തത്. ജീവനക്കാരുടെ ബോണസ് 1000 രൂപ വർദ്ധിപ്പിച്ചു. ലോഡിംഗ് തൊഴിലാളികളുടെ ശമ്പളം 20% വർദ്ധിപ്പിച്ചു. പുഷ്ബാക്ക് ഓപ്പറേറ്റർമാർക്ക് 10% ശമ്പള വർധനയും അനുവദിച്ചു. കുട്ടനാടിന്റെ കായൽ സൌന്ദര്യം കുറഞ്ഞ ചിലവിൽ ആസ്വദിക്കാൻ അവസരമൊരുക്കി KSRTCയുടെ ബജറ്റ് ടൂറിസം സെൽ. ജലഗതാഗത വകുപ്പുമായി ചേർന്നാണ് KSRTC ബജറ്റ് ടൂറിസം സെൽ കായൽ കാഴ്ചകൾ കാണാൻ അവസരമൊരുക്കുന്നത്. 120 സീറ്റുകളുള്ള വേഗ 2 ബോട്ടിൽ 5 മണിക്കൂർ കൊണ്ട് 52 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചുള്ള യാത്രാനുഭവമാണ് ലഭിക്കുക. രാവിലെ 10:30 സർവീസ് ആരംഭിച്ച് 4 മണിയോടെ ആലപ്പുഴയിൽ എത്തുന്ന വിധത്തിലാണ് യാത്ര. എടോ എങ്ങനെയുണ്ട്? ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലും പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. തമിഴ് സിനിമാ മേഖലയിലെ അതിക്രമം സംബന്ധിച്ച് പരാതി നൽകാൻ കമ്മിറ്റിയെ നിയോഗിച്ച് താരസംഘടനയായ നടികർ സംഘം. നടി രോഹിണി അധ്യക്ഷയായിട്ടുള്ള സമിതിയെയാണ് നിയോഗിച്ചത്. പരാതിയുമായി സ്ത്രീകൾ മുന്നോട്ട് വരണമെന്ന് രോഹിണി അഭ്യർത്ഥിച്ചു. ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് ഒളിമ്പിക്സ് ഗുസ്തി താരം വിനേഷ് ഫോഗട്ട്. ജുലാന മണ്ഡലത്തിൽ കോൺഗ്രസ് സീറ്റിൽ മത്സരിക്കുന്ന താരം ജിന്ദ് മേഖലയിലാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ആരംഭിച്ചത്. രാജ്യം വിടേണ്ടി വരുമെന്ന് കരുതിയപ്പോൾ കരുത്തു തന്നത് പ്രിയങ്ക ഗാന്ധിയായിരുന്നുവെന്ന് വിനേഷ് ഫോഗട്ട് പറഞ്ഞു. മുൻ ഗുസ്തി താരവും കിസാൻ കോൺഗ്രസ് വർക്കിംഗ് ചെയർമാനുമായ ബജ്രംഗ് പൂനിയയ്ക്ക് കോൺഗ്രസിൽ ചേർന്നതിന് പിന്നാലെ വധഭീഷണി. വിദേശ ഫോൺ നമ്പറിൽ നിന്ന് വാട്സാപ്പിലൂടെയാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. കോൺഗ്രസ് വിട്ടില്ലെങ്കിൽ അനന്തരഫലം അനുഭവിക്കാൻ തയ്യാറായിക്കൊള്ളാനാണ് സന്ദേശത്തിലുള്ളത്. എക്സൈസ് കോൺസ്റ്റബിൾ പരീക്ഷയുടെ ശാരീരിക ക്ഷമതാ പരീക്ഷയ്ക്കിടെ മരിച്ചത് 12 ഉദ്യോഗാർത്ഥികൾ. ജാർഖണ്ഡിലാണ് സംഭവം.
19 മുതൽ 31 വരെ പ്രായമുള്ള ഉദ്യോഗാർത്ഥികളാണ് റിക്രൂട്ട്മെന്റിന്റെ ആദ്യഘട്ടത്തിൽ മരിച്ചത്. സംസ്ഥാനത്തെ 7 കേന്ദ്രങ്ങളിലാണ് കായികക്ഷമതാ പരിശോധനയ്ക്കിടെ ഉദ്യോഗാർത്ഥികൾ മരിച്ചത്. ലക്നൌവിലെ ട്രാൻസ്പോർട്ട് നഗർ മേഖലയിൽ 3 നില കെട്ടിടം തകർന്ന് മരിച്ചവരുടെ എണ്ണം 8 28 പേർക്ക് പരിക്കേറ്റു. ഗോഡൌൺ ആയി ഉപയോഗിച്ചിരുന്ന കെട്ടിടമാണ് തകർന്നത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ബംഗാളി ചലച്ചിത്ര സംവിധായകൻ അരിന്ദം സില്ലിന് ലൈംഗിക പീഡന ആരോപണത്തെ തുടർന്ന് ബംഗാളി സിനിമാ സംവിധായകരുടെ സംഘടനയായ ഡയറക്ടേഴ്സ് അസോസിയേഷൻ ഓഫ് ഈസ്റ്റേൺ ഇന്ത്യ അനിശ്ചിതകാലത്തേക്ക് സസ്പെൻഡ് ചെയ്തു. പ്രാഥമിക തെളിവുകൾ കണക്കിലെടുത്താണ് DAEI വേഗം നടപടികളെടുത്തതെന്ന് പത്രക്കുറിപ്പിൽ പറയുന്നു. 2001 പാർലമെന്റ് ആക്രമണ കേസ് പ്രതി അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയതിനെക്കുറിച്ച് നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള നടത്തിയ പരാമർശത്തിനെതിരെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിഘടനവാദി നേതാവായ അഫ്സൽ ഗുരുവിനെ പൂമാലയിട്ട് സ്വീകരിക്കണമായിരുന്നോ എന്ന് അദ്ദേഹം ചോദിച്ചു. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ചർച്ച നടത്താൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മോസ്കോയിലേക്കെന്ന് ദേശീയ മാധ്യമങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ 2 മാസത്തിനിടെ റഷ്യയും യുക്രൈനും സന്ദർശിക്കുകയും വ്ളാഡിമിർ പുടിൻ, സെലൻസ്കി എന്നിവരുമായി കൂടിക്കാഴ്ചകളും നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഡോലവിനെ അയക്കാൻ തീരുമാനമുണ്ടായത്. 2026 ചൊവ്വയിലേക്ക് സ്റ്റാർഷിപ്പുകളെ അയക്കുമെന്ന പ്രഖ്യാപനവുമായി സ്പേസ് എക്സ് തലവൻ എലോൺ മസ്ക് ചൊവ്വയിലെ ലാൻഡിംഗ് പരിശോധിക്കാനായി അൺക്രൂവ്ഡ് ടെസ്റ്റുകൾ നടത്തും. ആ ലാൻഡിംഗ് വിജയകരമായാൽ 4 വർഷത്തിനുള്ളിൽ ചൊവ്വയിലേക്ക് മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള പേടകം അയക്കുമെന്നും സ്പേസ് എക്സ് സ്ഥാപകനും സിഇഒയുമായ മസ്ക് എക്സിലൂടെ അറിയിച്ചു. കേരള ഹോക്കി അസോസിയേഷനെതിരെ സംസാരിച്ചുവെന്ന പരാമർശത്തിൽ പ്രതികരിച്ച് ഹോക്കി താരം PR ശ്രീജേഷ് ഹോക്കിയെ സ്നേഹിക്കുന്നുവെന്ന് നടിച്ച് ചിലർ എതിരെ നിൽക്കുന്നുണ്ടെന്നും കേരള ഹോക്കി അസോസിയേഷനൊപ്പം താനും സഹകരിക്കുന്നുണ്ടെന്നും ഇതിന് തുരങ്കം വയ്ക്കുന്നവരെയാണ് വിമർശിച്ചതെന്നും അസോസിയേഷനെ വിമർശിച്ചിട്ടില്ലെന്നും തന്റെ വാക്കുകൾ വളച്ചൊടിക്കരുതെന്നും ശ്രീജേഷ് പറഞ്ഞു. അസോസിയേഷനിലുള്ളവർ ഹോക്കിക്കായി പരിശ്രമിക്കണമെന്നും താൻ ഒറ്റയ്ക്കെടുത്താൽ പൊങ്ങില്ലെന്നുമായിരുന്നു ശ്രീജേഷിന്റെ പരാമർശം. US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം ഇറ്റാലിയൻ താരം യാനിക് സിന്നറിന്. ഫൈനൽ പോരാട്ടത്തിൽ USന്റെ ടെയ്ലർ ഫ്രിറ്റ്സിനെയാണ് സിന്നർ തോൽപ്പിച്ചത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.